പ്രൈസ് ദി ലോർഡ്. അപ്പോസ്തല പ്രവർത്തികൾ 28-ാം അധ്യായം 1-ാം വാക്യം. രക്ഷപ്പെട്ട ശേഷം ദ്വീപിൻ്റെ പേർ മെലിത്ത എന്ന് ഞങ്ങൾ ഗ്രഹിച്ചു. അവിടുത്തെ ബർബരന്മാർ അസാധാരണമായ ദയ കാണിച്ചു. ശീതവും മഴയും നിമിത്തം തീ കൂട്ടി ഞങ്ങളെ സഹായിച്ചു. പ്രിയപ്പെട്ടവരെ, അസാധാരണമായ ദയ കാണിച്ച ഒരു കൂട്ടം ജനം ബർബരന്മാർ. ദൈവത്തിന്റെ ദാസനായ അപ്പോസ്തലനായ പൗലോസ് അതികഠിനമായ പ്രതികൂല സാഹചര്യങ്ങളെ തരണം ചെയ്ത് രക്ഷപ്പെടുമോ എന്നുള്ള ആശ നശിക്കുമാറുള്ള അനുഭവത്തിൽ കൂടെ കടന്നുപോയി. എന്നാൽ വാഗ്ദത്തം ചെയ്ത ദൈവത്തിൽ, കർത്താവിൻ്റെ വാഗ്ദത്തത്തിൽ വിശ്വസിച്ചുറച്ചിരുന്ന ഭക്തൻ തൻ്റെ വാഗ്ദത്തത്തെ മുറുകെ പിടിച്ചുകൊണ്ട്, പൗലോസേ, നീ ഭയപ്പെടേണ്ട, നീ മാത്രമല്ല നിന്നോടുകൂടെയുള്ള ഒരു വ്യക്തിക്കും പ്രാണന് ഹാനി വരാതെ ഞാൻ സഹായിക്കുമെന്നുള്ള ദൈവീയ ആലോചനകളെ മുറുകെ പിടിച്ചുകൊണ്ട് 14 ദിവസം രാത്രിയാകട്ടെ പകലാകട്ടെ കാണാൻ കഴിയാതെ, സൂര്യനെയാകട്ടെ ചന്ദ്രനെയാകട്ടെ കാണാൻ കഴിയാതെ വളരെ പ്രതികൂലത്തിൽ കൂടെ കടന്നുപോയ ഭക്തന്മാർ ഇപ്പോൾ രക്ഷപ്പെടുകയാണ്. അവിടെ മെലിത്ത എന്നൊരു ദ്വീപിലേക്ക് ഇവർ എത്തിച്ചേരുകയാണ്. അവർക്ക് വേണ്ടി അവിടെ ദൈവം കരുതിയിരുന്നത് ചില ബർബരന്മാരെ. അസാധാരണമായ ദയ ബർബരന്മാർ അവരോട് കാണിച്ചു. പ്രിയപ്പെട്ടവരെ, പ്രതീക്ഷയില്ലാത്ത സ്ഥാനത്ത് നിന്ന് അസാധാരണമായ ദയ പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി ചെയ്യാൻ പോവുകയാണ്. ദൈവത്തിൽ ആശ്രയിക്കുന്ന, ദൈവീയ വാഗ്ദത്തങ്ങളെ മുറുകെ പിടിക്കുന്ന ഒരു ഭക്തനു വേണ്ടി ഇന്ന് രാവിലെ പ്രതീക്ഷയില്ലാത്ത സ്ഥലത്തു നിന്ന് അസാധാരണമായ കൃപ ലഭിക്കും, ദയ ലഭിക്കും. അസാധാരണമായ രീതിയിൽ പ്രതീക്ഷയില്ലാത്ത വ്യക്തികളിൽ നിന്ന് ചില അനുഗ്രഹങ്ങൾ, ചില സഹായഹസ്തങ്ങൾ നീളാൻ പോവുകയാണ്. രാവിലെ എത്ര പേർ വിശ്വസിക്കുന്നു? ഏദോമിൽ നിന്ന് ഒരു തുള്ളി വെള്ളം പോലും കിട്ടുകയില്ല എന്ന് ഇസ്രായേൽ ഉറച്ചിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ സമയമായപ്പോൾ ഏദോമിൽ നിന്ന് തന്നെ വെള്ളത്തിൻ്റെ ഉറവയെ ദൈവം തുറന്നു. ഇന്ന് രാവിലെ സമയം കർത്താവിൽ ആശ്രയിക്കുന്ന ഭക്തന്മാരോട് ദൈവത്തിൻ്റെ ആത്മാവിന് പറയുവാനുള്ളത്, പ്രതീക്ഷയില്ലാത്ത വ്യക്തികളിൽ കൂടെ, പ്രതീക്ഷയില്ലാത്ത സ്ഥാനങ്ങളിൽ നിന്ന് അത്ഭുതകരമായ ചില വിടുതലുകൾ തൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി ദൈവം ഒരുക്കുന്നു. രാവിലെ സമയം വിശ്വാസത്തോടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന വാഗ്ദത്തങ്ങളെ മുറുകെ പിടിക്കുവാൻ നിങ്ങൾ സമ്മതമാണോ? മുറുകെ പിടിക്കുന്നുവോ? ആ വാഗ്ദത്തങ്ങളെ ഏറ്റെടുത്ത് ദൈവസന്നിധിയിൽ കാത്തിരിക്കുന്നുവെങ്കിൽ ഒരു വലിയ ദൈവപ്രവൃത്തി ഇന്ന് ദൈവം നമുക്ക് വേണ്ടി ചെയ്യും. ഇന്ന് ആരാധന ദിവസമാണല്ലോ. ഈ ഞായറാഴ്ച സകല വിശുദ്ധന്മാരും ദൈവത്തെ ആരാധിക്കുന്ന ഒരു ദിവസമാണല്ലോ. ഇന്ന് രാവിലെ തന്നെ ദൈവത്തിന്റെ ഒരു പ്രവൃത്തി കണ്ട് നമുക്ക് ദൈവത്തിന്റെ സാക്ഷിയായി തീരുവാൻ സഹായിക്കും. ദൈവം അതിനായി നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.